So good morning to all. So today here we are to discuss about group theory. Okay. So it is the second module of your mathematical physics 2 course. Okay. It's a very important section because it's a lot of application in normal in physics, and also you can find application in chemistry as well, this group theory. Okay. So it is basically representing a set. Okay, a set means we know that it is a collection of different numbers or elements. Okay, so normally we used to say that a group is a set of distinct elements. Okay, distinct elements or numbers that are satisfied law of composition, and element should follow the following property. ഓക്കെ, സോ ഈ രീതിയിലുള്ളതിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് തിയറി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇസ് എ കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ് നമ്പർ ഓഫ് numbers or of elements following a law of composition. That means it either will be an addition or a multiplication, and the element should also follow the following property as mentioned on the below, that is closure property, associativity, existence of identity element, then existence of inverse element corresponding to each element group. Okay, so what it means is that നമുക്കൊരു സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. നമുക്കറിയാം സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇൻറ്റീജർ സെറ്റിനെ നമ്മൾ സെഡ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഉള്ള വാല്യൂസ് എന്തെങ്കിലും ഒരു ഇൻറ്റീജർ സെറ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് -2, that is -1, -0 or like 2 here. Okay, so etc. here 1, 2, 3 up to infinity. So ഈ ഒരു സെറ്റിനാണ് നമ്മൾ ഒരു ഇൻറ്റീജർ സെറ്റ് എന്ന് പറയാം. സോ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ലിസ്റ്റിൽ എക്സെപ്റ്റ് 0, 1, 2, 3, 4, 5 ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ദെൻ വി ഹാവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയാം. സോ നമുക്ക് ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ യു ഓൾറെഡി നോ, യു ആർ ഫെമിലിയർ വിത്ത് ദ different set of numbers. Okay, so a group is a set of numbers, a set of elements. Okay, so the first statement ennu parayunnu, so it also following a law of composition. So law of composition ennu parayunnathu, it can be an addition or a multiplication. Okay, composition ennu parayunnathu ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനെയാണ് നമ്മൾ നോർമലി ഇവിടെ കോമ്പോസിഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ എന്താണ് ലോ ഓഫ് കോമ്പോസിഷൻ, എങ്ങനെയാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത, എ ഗ്രൂപ്പ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് നമ്പർ ഓഫ് എലമെന്റ് ഫോളോയിങ് ലോ ഓഫ് കോമ്പോസിഷൻ ഓൾസോ ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് പ്രോപ്പർട്ടി. സോ ഫസ്റ്റ് വൺ, ക്ലോഷർ പ്രോപ്പർട്ടി. ഫസ്റ്റ് നമുക്കൊരു ക്ലോഷർ പ്രോപ്പർട്ടിന്റെ കേസിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നോർമൽ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ്, സോ ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ്, it is a composition of any two elements, okay, so any two element in a group any two element in a group G, any two elements in a group G under the law of composition, result in a element which also belongs to G. Okay, അതായത് നിങ്ങളൊരു ടു എലമെന്റ് കൺസിഡർ ചെയ്യുക. ജി എന്ന് പറഞ്ഞാണ് ഗ്രൂപ്പ് എന്ന് കൺസിഡർ ചെയ്യുക. ഗ്രൂപ്പ് ജി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ്, ഓക്കെ, രണ്ട് എലമെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ എലമെന്റ് തമ്മിൽ നിങ്ങൾ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ, അവിടെ പറഞ്ഞ ലോ ഓഫ് അഡീഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ ഈ ഒരു ഇന്റീജർ സെറ്റിൽ നമുക്ക് രണ്ട് എലമെന്റ് ഉണ്ട്. എന്താണ്? ഒന്ന് 1, നെക്സ്റ്റ് 2 അല്ലേ? 1 എന്ന് പറഞ്ഞ എ എന്ന് എടുക്കാം, 2 എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ എലമെന്റ് എടുക്കാം. അപ്പൊ ഇത് തമ്മിലുള്ള ലോ ഓഫ് കോമ്പോസിഷൻ, കോമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓപ്പറേഷൻ ആണ്, അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോർമൽ കേസിൽ നമ്മൾ ഓപ്പറേഷൻസ് ആയിട്ട് ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഞാനൊരു അഡീഷൻ ചെയ്യാണ്, എ പ്ലസ് ബി എടുക്കുകയാണ്. ദാറ്റ് ഈസ് എ പ്ലസ് ബി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എനിക്ക്? ഐ വിൽ ബി ഗെറ്റിംഗ് എ പ്ലസ് ബി ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ എ പ്ലസ് ബി ഈക്വൽ ടു 3. ഓക്കെ, ദാറ്റ് മീൻസ് ഈ 3 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇന്റീജർ സെറ്റിലെ ഒരു എലമെന്റ് ആണ് അല്ലേ? ഓക്കെ, സോ ഞാൻ പറയാണ് ജി എന്ന് പറയുന്നത്, സോ ഹിയർ യു ക്യാൻ സേ ദാറ്റ് ജി ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ജി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ് ഒരു ഇന്റീജർ സെറ്റ് ആണ്. ഒരു ഇന്റീജർ സെറ്റിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ വിച്ച് ഐ സേ ഇറ്റ് ആസ് ജി ഈക്വൽ ടു സെഡ് പ്ലസ്, ഇങ്ങനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത് ഒരു ഇന്റീജർ സെറ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്റീജർ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആണ്, വിച്ച് ഈസ് അണ്ടർ അഡീഷൻ ഓപ്പറേഷനിൽ നമുക്ക് അതിനൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഗ്രൂപ്പിലെ ഏത് എലമെന്റ് നമ്മൾ അഡീഷൻ എടുത്തു കഴിഞ്ഞാലും ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഇന്റീജർ നമ്പർ ഫോർ എക്സാമ്പിൾ -2 -1 പ്ലസ് എന്താ -3, ഈ മൈനസ് എന്ന് പറയുന്നത് ഈ ഇന്റീജർ സെറ്റിലെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, സോ ഏതൊരു തരത്തിലുള്ള ഓപ്പറേഷൻ, അതായത് അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഏത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു എലമെന്റ് ആയിരിക്കും. അതാണ് കോമ്പോസിഷൻ ഓഫ് addition or multiplication of any two element in a group G under the law of composition result in a element which also belongs to G. So അതിന്റെ ആ റിസൾട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നതും ആ ഗ്രൂപ്പിൽ തന്നെ ബിലോങ്സ് ആയിട്ട് ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന എലമെന്റ്, എ എലമെന്റ് ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ എലമെന്റ് ആണെങ്കിൽ, അതുപോലെ ബി എന്ന് പറയുന്ന എലമെന്റ് ഓൾസോ ബിലോങ്സ് ടു, okay, so let me say that so let A is an element that is belongs to group G and B is another element that is belongs to group G, then you do any composition. Okay, then you do any composition, A composition നമ്മൾ ഡിനോട്ട് ചെയ്യുക ഒരു സർക്കിളിന്റെ ടോമിലാണ് എ എന്ന് പറയുന്ന കോമ്പോസിഷൻ നമ്മൾ പറയാ. കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ എ കോമ്പോസിഷൻ ബി ഈക്വൽ ടു, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഓൾസോ ബിലോങ്സ് ടു ജി. ഇതാണ് അതിന്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ when A belongs to G, B belongs to G, then A composition B also belongs to G. Okay, so ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് A equal to 1 എന്ന് എടുക്കാം. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് let A equal to 1 എന്ന് എടുക്കാം. ഓക്കെ, then B equal to 2 എന്ന് എടുക്കാം. ഞാൻ ഇവിടെയുള്ള ഓപ്പറേഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് എന്താണ്? പ്ലസ് എന്ന് പറയുന്ന, അതായത് അഡീഷൻ ഓപ്പറേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് മീൻസ് A plus B equal to എന്താണ്? 2, that is belongs to എന്താണ്? ഗ്രൂപ്പ് G ആണ്. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ള ഇന്റീജർ സെറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഈസ് ഇന്റീജർ സെറ്റ് വിച്ച് പ്ലസ് ഓപ്പറേഷൻ ആണ് നമ്മൾ ഗ്രൂപ്പിൽ. ഈ രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അടുത്ത കേസ് പറയാം. നെക്സ്റ്റ് എന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഞാനൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. അഗൈൻ ഞാനൊരു ഇന്റീജർ സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന എലമെന്റ് എ ഈക്വൽ ടു എന്താണ്? 1 ആണ്. ദിസ് ബിലോങ്സ് ടു എലമെന്റ് ഓഫ് ഗ്രൂപ്പ് ജി
and B is equal to 2, that is also element that is belongs to group G. Then A star, so അതാണ് നമ്മുടെ composition ഇവിടെ, A star B that is equal to A into B. Okay, A star B ആണ് A into B, that is 1 into 2 എന്താണ്, that is 2, so that is also belongs to group G. അപ്പോൾ ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ആവാനുള്ള ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഒരു ഡിസ്റ്റിങ് നമ്പർ ഓഫ് സെറ്റ് എലമെന്റ്സ് ഉണ്ടാവണം. ആ എലമെന്റ്സ് അണ്ടർ ലോ കോമ്പോസിഷനിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ഈ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത് ഇത്രേ ഉള്ളൂ, രണ്ട് എലമെന്റ്, ഒരു ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ് തമ്മിൽ ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു എലമെന്റ് ആയിരിക്കണം. ഓക്കെ, സിംപ്ലി അതാണ് അതിന്റെ കേസ്. അപ്പം അതാണ് ഗ്രൂപ്പ് തിയറിന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓക്കെ കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ആണ്. അസോസിയേറ്റിവിറ്റി അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് നെക്സ്റ്റ് അതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ in general we can say that if A comma B comma C, A comma B comma C are elements of G, then A composition B composition C that is equal to A composition B composition C. So ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്കറിയാം ഇവിടെയുള്ള ഓപ്പറേഷൻ ഏതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എടുത്തുള്ള ഓപ്പറേഷൻ തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ അഗൈൻ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഗ്രൂപ്പ് സെറ്റ് ഓഫ് ഇൻറ്റീജർ നമ്പേഴ്സ് ആൻഡ് ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് പ്ലസ് ആണ്. സോ ദാറ്റ് മീൻ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യാം? സോ ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ A ഈക്വൽ ടു 1 എന്ന് എടുക്കാം, ഓക്കെ, B ഈക്വൽ ടു 2 എന്ന് എടുക്കാം, ആൻഡ് C ഈക്വൽ ടു 3. ഓക്കെ, ആൻഡ് ദ ഓപ്പറേഷൻ ഹിയർ എന്താണ്? കോമ്പോസിഷൻ ഓപ്പറേഷൻ എന്താണ്? പ്ലസ് ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? എന്താ നമുക്ക് കിട്ടേണ്ടത്? വി ഹാവ് ടു ഗെറ്റ് ദാറ്റ് A പ്ലസ് B പ്ലസ് C എന്ന് നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ, സോ ഇതാണ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു കോമ്പോസിഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. So that is A plus B plus C equal to A plus B, that is ഇവിടെ എന്താ കിട്ടുക? 1 plus 2 plus 3 എന്താ കിട്ടുക? അതിന്റെ വാല്യൂ that is 5, that is here എന്താണ് 1 plus 2 that is 3 plus 3 എന്ന് വരും. So both കേസിൽ നമുക്ക് എന്താണ്? that is equal to 6 എന്ന് കിട്ടും. ഓക്കെ, സോ LHS is equal to RHS എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ക്ലോഷർ പ്രോപ്പർട്ടി ആയിരുന്നു, അതായത് അവിടെ സംഭവിക്കുന്ന ഏത് ഓപ്പറേഷൻ ആയാലും ആ ഓപ്പറേഷന്റെ റിസൾട്ട് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നിങ്ങൾ ഡിഫറെന്റ് സെറ്റുകളൊക്കെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അസോസിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തതായിട്ട് ഓർമ്മ ഉണ്ടാവും. വെക്ടർ പഠിച്ച കേസിലൊക്കെ നമ്മൾ ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർ ഫാഷൻ ഇവിടെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ട്, അതായത് ഞാൻ A കോമ്പോസിഷൻ B ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? B കോമ്പോസിഷൻ A. It should be A composition B should be equal to B composition A ആയിരിക്കും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് AB should be equal to എന്താണ്? BA ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് നമുക്ക് വേറെ പേരുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ജസ്റ്റ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് പിന്നെ പറയാം. ദാറ്റ് ഈസ് അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയാം.
അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് ഇതിനെ പറയുക. അതായത് എ കോമ്പോസിഷൻ ബി ഈക്വൽ ടു ബി കോമ്പോസിഷൻ എ എന്ന് വരുന്ന കേസിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ പറയാം അബീലിയൻ ഗ്രൂപ്പ് എന്നുള്ളതാണ് പറയാം. ഓക്കെ, സോ എ കോമ്പോസിഷൻ ബി ഈക്വൽ ടു ബി കോമ്പോസിഷൻ എ എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് കോൾഡ് അബീലിയൻ ഗ്രൂപ്പ്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പിന്നോട്ട് വരാം. അബീലിയൻ ഗ്രൂപ്പിന്റെ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. അപ്പം അസോസിയേറ്റിവിറ്റിന്റെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി, ഒരു ഗ്രൂപ്പ് ആവാനുള്ള തേർഡ് കണ്ടീഷൻ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് an ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഓക്കെ, there exists an identity element. So there exists an identity element. Identity element in a group. ഒരു ഐഡന്റിറ്റി എലമെന്റ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അതിനെ നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് if A is an element of group G, okay, that means A composition E എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, A composition E should be equal to എന്തായിരിക്കണം A. അപ്പം ഐഡന്റിറ്റി ഓപ്പറേഷനിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ അഡീഷൻ ആണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 0 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം എന്താണ്? അഡീഷൻ ഫോർ എക്സാമ്പിൾ എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും അല്ലേ? എ ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടും. അതായത് ഒരു ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഓപ്പറേഷൻ മുഖേന നമുക്ക് സെയിം എലമെന്റ് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ അഡീഷൻ ചെയ്യുമ്പം 0 ആണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്, 1 ആണ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ്. അതായത് ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ, ആ ഐഡന്റിറ്റി എലമെന്റിനോട് നമ്മൾ ഏത് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്ക് സെയിം എലമെന്റ് തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ഈ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വിച്ച് ഈസ് ഓൾസോ ബിലോങ്സ് ടു ജി ആയിരിക്കണം. which is also should belongs to E, where E is the identity element here. Okay, ആ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നതും ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം, ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. അപ്പം ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പം അതിന്റെ റിസൾട്ട് വേണം, അസോസിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, 3 അതിലൊരു ഐഡന്റിറ്റി എലമെന്റും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്ലസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്റീജർ നമ്പറിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഇപ്പൊ ഇതൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം, Z പ്ലസ്. അപ്പോൾ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ് വരിക? നമുക്കറിയാം 0 ആണ് വരിക. ഓക്കെ, ഈ കേസിൽ. ഇനി ഇന്റീജറിനെ നമ്മൾ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ അവർ ഐഡന്റിറ്റി എലമെന്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, സെറ്റ് ഓഫ് ഇന്റീജർ നമ്പേഴ്സ് നമ്മൾ ബൈ അഡീഷൻ ആണ്. നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഒരു സെറ്റും റെപ്രസെന്റ് ചെയ്യണം, അതിന്റെ ഓപ്പറേഷൻസും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അല്ല ജസ്റ്റ് സെറ്റ് മാത്രമല്ല, സെറ്റും അതിന്റെ കൂടെ എന്തായിരിക്കണം? ഒരു ഓപ്പറേഷൻ കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ കാര്യം കൂടെ പറഞ്ഞു. ഇനി നമുക്ക് ഫോർത്ത് കണ്ടീഷൻ ഉണ്ട്. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് existence of inverse element corresponding to each element of the group. Okay, there should be an element, there should be an inverse element corresponding to each element of the group. Okay, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. So for example, if A is an element, okay, if A is an element of group G, okay, A is an element of group G, അത് നമ്മൾ എങ്ങനെ പറയാ? That is A belongs to group G, അല്ലേ? And also we can say that B is an inverse element of that. Okay, let me consider that B also belongs to G. Okay, B also belongs to G, and under operation A composition B, so it should be equal to ഐഡന്റിറ്റി എലമെന്റ് ആണ് കിട്ടണമെങ്കിൽ, ദാറ്റ് ഈസ് നമ്മൾ ചില ഐഡന്റിറ്റിന് ഐ എന്ന് പറയാറുള്ളത് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് അവിടെ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ആയിരിക്കും. ഇൻവേഴ്സ് ഓഫ് എ, അതായത് നമ്മൾ പറയാറില്ലേ
എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കണം ഐ, യൂണിറ്ററി മെട്രിക്സ് ഒക്കെ എന്ന് പറയാറില്ലേ. ഓക്കെ, സമാനമായിട്ടുള്ള റെപ്രസെന്റേഷൻ തന്നെയാണ്. അതായത് എ കോമ്പോസിഷൻ ബി എന്ന് പറഞ്ഞ് റിസൾട്ട് ചെയ്യുന്നത് ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ അവിടെ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആവാനുള്ള മറ്റൊരു കണ്ടീഷൻ പറയുന്നത് എന്താണ്, എ കോമ്പോസിഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടണം. ആ ഒരു ബി എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് ഓഫ് എ ആയിരിക്കും. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ദിസ് ഇൻവേഴ്സ് എലമെന്റ് ഓൾസോ ഷുഡ് ബി എ മെമ്പർ ഓഫ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ഈച്ച് നമ്പറിനും അതിനൊരു ഇൻവേഴ്സ് നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇൻവേഴ്സ് എലമെന്റ് ഓൾസോ എ member of a group. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് നമ്പർ എടുക്കാം. അതാണ് നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കേസ്. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് കൺസിഡർ എ ഗ്രൂപ്പ് ഓഫ് integer set under plus operation. Okay, so this is how I represent a group. ഇവിടുത്തെ ഇൻവേഴ്സ് എലമെന്റ് ഏതായിരിക്കും? ഫോർ എക്സാമ്പിൾ ഐ സേ എ ഈക്വൽ ടു 1. എന്റെ ഇൻവേഴ്സ് എലമെന്റ് ഏതാ പറഞ്ഞേ? എയുടെ ഇൻവേഴ്സ് എലമെന്റ് ഏതായിരിക്കും? z എന്ന് പറയുന്ന സെറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. -∞ to -3 മെല്ലെ പറഞ്ഞേ, പറ, ആരൊന്ന് പറഞ്ഞല്ലോ. യെസ്, കാരണം -1 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കേസിൽ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? z പ്ലസ് വരുന്ന കേസിൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് e ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അതായത് നമ്മൾ അഡീഷന്റെ കേസിൽ വരുമ്പോൾ അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, സോ a ഈക്വൽ ടു 1, സോ എന്ന് പറയുന്നത് a പ്ലസ് മൈനസ് a വരുന്ന കേസിലായിരിക്കും നമുക്ക് ഇവിടെ നമുക്ക് 0 കിട്ടുക. ദാറ്റ് മീൻസ് ഈ കേസിൽ 1 മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് എന്താണ് 1 മൈനസ് 1 ഈക്വൽ ടു എന്താണ് e ആണ്. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഒരു ഇൻവേഴ്സ് -1 ഇവിടെ ഉണ്ട്, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു -2 ഇവിടെ ഉണ്ട്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ -3യും ഉണ്ടാകും. ഓക്കെ, that's how we do represent a case. ഓക്കെ, അപ്പം ഒരു ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എലമെന്റ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഇന്റീജർ സെറ്റിലെ e എന്ന് പറയുന്നത് എന്താണ് 0 ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ, സോ 1 2 3 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുമ്പോൾ അതിലൊരു ഇൻവേഴ്സ് എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ -1ന്റെ ഇൻവേഴ്സ് എലമെന്റ് ആണ് 1, -2ന്റെ ഇൻവേഴ്സ് എലമെന്റ് ആണ് 2, -3യുടെ ഇൻവേഴ്സ് എലമെന്റ് ആണ് 3, -∞യുടെ ഇൻവേഴ്സ് എലമെന്റ് ആണ് ഇൻഫിനിറ്റി. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ഐഡന്റിറ്റി എലമെന്റും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ദാറ്റ് ഇസ് 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക്കലി നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. ഓക്കെ, സോ ഇതാണ് 4 കണ്ടീഷൻസ് ഒരു ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള 4 കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി ആണ്, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ആൻഡ് ദ തേർഡ് വൺ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, ആൻഡ് ദ ലാസ്റ്റ് വൺ existence of inverse, and the inverse element should be an element of that particular group. Okay, അതാണ്. ഇനി എന്തൊക്കെയാണ് ലോ ഓഫ് കോമ്പോസിഷനിൽ വരുന്ന കാര്യങ്ങൾ? ലോ ഓഫ് കോമ്പോസിഷനിൽ വരുന്ന ഞാൻ പറഞ്ഞു, ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞു എന്താണ്, it is actually representing an operation. Okay, law of composition എന്ന് പറഞ്ഞാൽ actually representing an addition, ഒരു അഡീഷൻ ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആവാം. ഓക്കെ, അതല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് വിൽ ബി എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സിന്റെ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ലോ ഓഫ് കോമ്പോസിഷനിൽ വരുന്നതാണ്. എക്സെട്ര ഡിഫറെന്റ് അതർ കേസും ഉണ്ട്. ജനറൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെർമിനോളജിയാണ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
order of a group എന്ന് പറയുന്നത്. What is order of a group? Order of a group means it is based on number of element in a group വെച്ചിട്ടാണ്. Number of element in a group വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ order of group നമ്മൾ പറയാം. Okay, so you have to know the count or number of the order of the group, then only you can say the number of element in a group. Sorry, order of a group എന്ന് പറഞ്ഞാൽ number of element ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ഓർഡർ ഓഫ് ഗ്രൂപ്പിനനുസരിച്ച് നമുക്ക് ഗ്രൂപ്പിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഒന്ന് ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ കേസിൽ എന്താണ്? എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലേ? എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. സോ ഇതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. എനി ഗ്രൂപ്പ് which has finite number of elements, so which is called as finite group. Okay, and second one എന്ന് പറയുന്നത് infinite group ആണ്. Infinite group. അപ്പം by the name itself it is clear what is infinite group is. So in that case a group containing എന്താണ്? a group containing a finite number of elements. Finite number of elements. So ഇതാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറ എന്താണ്? ഇൻഫൈനൈറ്റ് ഓക്കെ, ഇൻഫൈനൈറ്റ്. ഓക്കെ, ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഫൈനൈറ്റ് ഗ്രൂപ്പ്, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. സോ ഇനി എന്തിനാണ് നമ്മൾ ഈ ഗ്രൂപ്പിന്റെ കാര്യം പഠിക്കുന്നത്? നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. പോയിന്റ് ഗ്രൂപ്പ്, സ്പേസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I23 എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ വരുന്നുണ്ട്. I23 എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രിമിറ്റീവ്, ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് സെല്ലിനെയാണ്, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെയാണ്. നിങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് 23 എന്ന് പറയുന്നത് അതിന്റെ ബേസിക്കലി അതിന്റെ മിറർ ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മിറർ സിമെട്രി, റൊട്ടേഷണൽ സിമെട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ I23 എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പോയിന്റ് ഗ്രൂപ്പ്, സ്പേസ് ഗ്രൂപ്പിന്റെ എണ്ണം എടുത്താൽ അറിയാം. ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്താണ് 200 സംതിങ് പോയിന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, അത് ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു ഗ്രൂപ്പ് തിയറി ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഒരു ഡിഫറെന്റ് ജോമെട്രി, ഡിഫറെന്റ് റൊട്ടേഷണൽ സിമെട്രി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സിമെട്രി കറസ്പോണ്ടിങ് ടു ഒരു സ്ട്രക്ചർ, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഡിഫറെന്റ് റൊട്ടേഷണൽ സിമെട്രി അതുപോലെ റിഫ്ലക്ഷൻ സിമെട്രി വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി അതിന്റെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യുവർ മാത്തമെറ്റിക്സ് വരുന്നതാണ്. ബട്ട് ദിസ് മാത്തമെറ്റിക്സ് ആസ് എ ലോട്ട് ഓഫ് അപ്ലിക്കേഷൻ ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സ്പെഷ്യലി. നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പ് തിയറി എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ഒന്നെങ്കിൽ മാത്തമെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെക്ചേഴ്സ് അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. സോ അതാണ് നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രൂപ്പ് തിയറി ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മാത്തമെറ്റിക്കൽ ഫിസിക്സ് വരെ പഠിക്കുന്ന ഓരോ ടൂളും പല രീതിയിൽ നിങ്ങൾക്ക് ഫിസിക്സിന്റെ തന്നെ ഡിഫറെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ ഗിവൺ സെറ്റ് form a group under multiplication. Under multiplication okay,
and under addition. Check whether given set form a group under multiplication and under addition. Okay. So ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പ് തന്നിട്ടുള്ള G equal to G എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നിട്ടുള്ള എന്താണ് minus infinity to -3 -2 -1 0 1 2 3 infinity. Okay. Check whether the given set of form a group under multiplication എന്നുള്ളതാണ് ചോദ്യം. Okay. Multiplication and under addition ഇതിന്റെ രണ്ട് കേസിലും അതിൽ ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. Okay, this I just represented Z as of now. Okay. Okay, ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻ അനുസരിച്ച് വർക്ക്ഔട്ട് ആയാലേ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. So let me just treat it as a set right now. Okay. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കേസും നമുക്കറിയാം നാല് പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി, ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. സെക്കൻഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റ്, സോറി ഐഡന്റിറ്റി എലമെന്റ്. Then fourth case എന്ന് പറയുന്നത് existence of inverse element. ഓക്കെ. അപ്പം ഈ കേസിൽ ഇതൊരു ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, സോ എബോവ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലെ കുറച്ച് എലമെന്റ്സ് എടുക്കാം. എലമെന്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നോക്കുക. അഡീഷന്റെ കേസിലും ഈ സെറ്റ് ഓഫ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതിന്റെ ആൻസർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്താണ് ആൻസർ എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ മറ്റു കേസിലും ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റ് ചെക്ക് ചെയ്യുക. എന്താണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ കേസ്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ അനുസരിച്ച് ഓപ്പറേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ ചെയ്യുമ്പം അത് അസോസിയേറ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് a plus b plus c ഷുഡ് ബി ഈക്വൽ ടു a plus b plus c എന്ന് പറയുന്ന ഫോർമാറ്റ്. Okay. So existence of identity, there should be an identity element in the group and existence of inverse element. Okay. So ഈ നാലും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷനിൽ ഈ ഒരു എബോവ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട, നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ആൻസർ താഴെ എന്താണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ഓരോരുത്തർ പറയാം. ഫസ്റ്റ് അണ്ടർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇതൊരു ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓരോരുത്തരുടെ ആൻസർ ചാറ്റ് ബോക്സിൽ എനിക്ക് കാണണം. നിങ്ങൾ ഈ ഒരു ബേസിക് കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞ നോർമൽ കേസിൽ അത് ഭയങ്കര ടഫായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇതൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും എന്നാണ് ജാസ്മിൻ പറയുന്നത്. ബാക്കിയുള്ളവരെന്താ പറയുന്നത്? അതെ.
ചെക്ക് ചെയ്യേ, അല്ല 4 പ്രോപ്പർട്ടിയും ചെക്ക് ചെയ്യേ. 4 പ്രോപ്പർട്ടി ചെക്ക് ചെയ്തിട്ട് പറ. എന്താണ് ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? ജാസ്മീനും മുബഷിറാബാനും ആണ് ആൻസർ തന്നിട്ടുള്ളത്. ശരിയാണോ എന്നുള്ളത് പറയാം. ബാക്കിയുള്ളവര് അണ്ടർ അഡീഷൻ എന്നിട്ട് ചെയ്യാം. ആദ്യം അണ്ടർ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് പറയാം. അണ്ടർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇതൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യോ? എല്ലാവരും യെസ് എന്ന് പറഞ്ഞേ. എന്താണ് ഈ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റിന്റെ കേസ്? അതൊന്ന് ചെക്ക് ചെയ്തേ. ഈ കേസിൽ ഇവിടെ ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടാവോ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട്? അതൊന്ന് പറഞ്ഞേ. എല്ലാവരും യെസ് എന്ന് പറഞ്ഞേ. സോ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയായാലും സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് 0 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, 1 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, എക്സെട്ര. ഇവിടെ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ദ എബോവ് സെറ്റ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രസൻസ്, ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഐഡന്റിറ്റി എലമെന്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എനിവേ ഇവിടെ അഗൈൻ അത് ടിക്ക് ചെയ്യുന്ന കേസ് ആയിരിക്കും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓൾസോ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ വാലിഡ് ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രസൻസ്, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നത് 1 ആണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. സോ ഐഡന്റിറ്റി എലമെന്റും നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് എന്താണ്? വിൽ ഹാവ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സിന്റെ കേസ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇവിടുത്തെ ഇൻവേഴ്സ് വാല്യൂ ഏതാണ്? ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറഞ്ഞ മേലെ നമ്മൾ കണ്ടാൽ അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ 2 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം. ഓക്കെ, അപ്പം ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ എന്തായിരിക്കണം? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ 2 into ഡാഷ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഐഡന്റിറ്റി ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. ഓക്കെ, അപ്പം 2 into ഏത് വാല്യൂ വന്നാലാണ് നമുക്ക് 1 കിട്ടുക? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ 1/2. അപ്പം ഈ ഒരു സെറ്റിൽ 1/2 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നുണ്ടോ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ? ഇവിടെ 1 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് 1/2 ബിലോങ്സ് ടു ജി ഉണ്ടാവണം. പക്ഷെ 1/2 is not belongs to the above G or set Z. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൽ 1/2 എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ല. എന്താണ്? -3 -2 -1 0 1 2 3 എന്നാണുള്ളത് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? സോ നോട്ട് ഒബേ ഇൻവേഴ്സ് എലമെന്റ് റൂൾ. ഓക്കെ, അതായത് ഇവിടുത്തെ ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് എലമെന്റിന് ഉദ്ദേശിക്കുന്നത് ആ ഇൻവേഴ്സ് കൊണ്ട് ഇപ്പൊ 2 into ഇൻവേഴ്സ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഐഡന്റിറ്റി കിട്ടണം. 2 into 1/2 എടുത്താലാണ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 1 കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 1/2 എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നോട്ട് ഒബേ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. സോ ദ എബോവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എബോവ് സെറ്റ് എന്ന് പറയുന്നത്, സോ എബോവ് സെറ്റ് under multiplication, so G equal to Z
under multiplication is not a group. Okay, so not a group under multiplication. Clear ആണോ? ചെയ്ത കാര്യം ക്ലിയർ ആണോ? 2 into 1/2 1/2 ആണ് വരേണ്ടത്. 1/2 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ എലമെന്റ് അല്ല. സോ നമുക്ക് ഇൻവേഴ്സിന്റെ കേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. സോ there is no inverse. Okay, there is no inverse corresponding to that. So 1 ന്റെ കേസ് നിങ്ങൾക്കറിയാം, 1 ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് 1 ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി 3 ന്റെ കേസ് ആണെങ്കിൽ നമുക്ക് 1/3 വേണം. 3 into 1/3 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി വാല്യൂ ആയിട്ട് 1 കിട്ടുള്ളൂ. സോ 1/3 1/2 1/4 ഇതൊന്നും ഈ ഒരു സെറ്റിലെ എലമെന്റ് അല്ല. സോ there will be no existence of inverse in this case. So it is not a group. Not a group under multiplication. ഇനി അണ്ടർ അഡീഷന്റെ കേസ് പറഞ്ഞേ. അണ്ടർ അഡീഷൻ ഈ ഗ്രൂപ്പ് വാലിഡ് ആണോ? ഇതൊരു ഗ്രൂപ്പ് ആണോ? അണ്ടർ അഡീഷൻ നമുക്ക് ഇതൊരു ഗ്രൂപ്പ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അണ്ടർ അഡീഷൻ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. then secondly അതിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. okay, then existence of inverse, existence of identity, then fourth existence of inverse. okay, എന്താണ് ഈ കേസിൽ പറഞ്ഞ? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ഗ്രൂപ്പ് ആണോ? പറഞ്ഞ ചാർട്ടിൽ പറഞ്ഞ ആണോ എന്നുള്ളത്? yes. What about others? yes. okay, so അതായത് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ഗ്രൂപ്പ് ആണ്. സോ അണ്ടർ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും a plus b c. a plus b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ c എന്ന് പറഞ്ഞാൽ എടുക്കാം. ഓക്കെ, സോ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഉള്ളത്. സോ ഇറ്റ് ഒബേസ് ഇൻ ദാറ്റ് കേസ് അല്ലേ? ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യും. ദാറ്റ് ഇസ് a plus b equal to c. സോ c belongs to g എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ എനി നമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ദെൻ അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? 2 plus 3 plus 4 that is equal to എന്താണ്? 2 plus 3 plus 4 അല്ലേ? സോ ദിസ് ഇസ് വാലിഡ്. ആൻഡ് സിമിലർലി -2 plus -4 plus 2 എന്ന് ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? -2 -4 plus 2 അല്ലേ? ഇൻ ബോത്ത് കേസ് ദാറ്റ് ഇസ് ഓക്കെ. ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം. സോ ഒരു ഐഡന്റിറ്റി പറയുമ്പോൾ -2 plus 0 that is equal to 2. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, സോ 1 plus 0 that is equal to 1 and like 3 plus 0 that is equal to 3. സോ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് എലമെന്റ് ഇ ഈക്വൽ ടു എന്താണ്? ഇവിടെ 0 ആണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ വിൽ ഹാവ് 2 plus ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കണം? ഐഡന്റിറ്റി ആയിരിക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പം 2 പ്ലസ് -2 വരുന്ന കേസിലാണ് നമ്മളെ ഈ ഒരു ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ -2 ആണ് 2ന്റെ ഇൻവേഴ്സ്. ആൻഡ് സിമിലർലി -3ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? +3 ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ ഈ ഒരു -3 -2 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ 3 -2 എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ബിലോങ്സ് ടു ഗ്രൂപ്പ് ആണ്. ഓക്കെ, so in that case g z under operation plus is a group. ഇപ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് അണ്ടർ കോമ്പോസിഷൻ അണ്ടർ addition. okay, it is a group under
അഡീഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കേസ് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വിൽ ഹാവ് check whether the set G equal to, so ഇവിടെ രണ്ട് മെട്രിക്സ് ആയിട്ടാണ് എലിമെന്റ്സ് ആയിട്ടുള്ളത്, രണ്ട് മെട്രിക്സ് എലിമെന്റ്സ് ആണുള്ളത്. 1 0 0 1 comma 0 sorry minus 1 0 0 minus 1. ഓക്കെ, രണ്ട് മെട്രിക്സ് ആണ് ഇവിടുത്തെ എലിമെന്റ്സ്. form a group under multiplication. Okay, check whether the set G equal to, okay, 1 0 0 1 matrix minus 1 0 0 minus 1 matrix form a group under multiplication. Okay, so അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടുത്തെ നമ്മുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോഷർ പ്രോപ്പർട്ടി, ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഇൻ ഐഡന്റിറ്റി എലമെന്റ്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റ് എലമെന്റിനെ എ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, സെക്കൻഡ് എലമെന്റിനെ ബി ആയിട്ടും ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടിന്റെ കേസ് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, എ ബി എടുക്കുന്ന കേസിൽ, അല്ലെങ്കിൽ ഞാൻ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ്, സോ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, a equal to, let me just take it as 1 0 0 1 and b equal to minus 1 0 0 minus 1. okay, so നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് എ ബി ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ എ ബി എന്ന് എടുക്കുമ്പോൾ യു ഹാവ് ടു ഡു 1 0 0 1 and into minus 1 0 0 minus 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, എ ബി ഷുഡ് ബി ബിലോങ്സ് ടു ജി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ആദ്യം ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം, എന്നിട്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം, പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ചെക്ക് ചെയ്യാം, ദെൻ ഐഡന്റിറ്റി എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ചെയ്താൽ പെട്ടെന്ന്, വളരെ സിമ്പിൾ ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഈ കേസിൽ? യെസ്. ഓക്കെ, ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നുണ്ടോ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ബി എ എന്ന് കിട്ടുന്നുണ്ടോ? യെസ്. ഇതൊരു ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റുമോ? അതായത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഉണ്ടോ ഇവിടെ, ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടോ ഈ സെറ്റ് ഓഫ് എലമെന്റ്സിൽ? അതുപോലെ സോ ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, സോ വിൽ ബി ഗെറ്റിംഗ് മൈനസ് 1 0 0 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ്
minus 1 plus 0, 0 plus 0, so that is again 0 minus 1, that is what finally എന്താ അവിടെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ minus 1 0 0 minus 1 കിട്ടും under matrix multiplication. So that is AB കിട്ടി. So then BA കാണണം, BA കാണണം. BA കണ്ടു കഴിഞ്ഞാൽ AB equal to BA ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. that is minus 1 0 0 minus 1 into 1 0 0 1. okay, so associative property കിട്ടുന്നുണ്ടോ? associative property കിട്ടുന്നുണ്ടെങ്കിൽ this should be also എന്തായിരിക്കണം? this will be also minus 1 0 0 minus 1. okay, so that is AB equal to എന്താണ്? AB equal to BA എന്ന് കിട്ടും. that is associative property നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. okay, ഇനി നെക്സ്റ്റ് വൺ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഐഡന്റിറ്റി എലമെന്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് എലമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. so let me check it out, the inverse, existence of inverse here, existence of inverse. okay, so for example നമുക്ക് എന്ത് ചെയ്യണം? 1 0 ന്റെ 1 0 0 1 ന്റെ ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറഞ്ഞ ഏതാണ്? ഇതിന്റെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. so keys that is നമുക്ക് എന്ത് ചെയ്യാം, 1 0 0 1 തന്നെയാണ് ഇതിന്റെ ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത്. so it is again 1 0 0 1 എന്ന് കിട്ടും. okay, so again ഇവിടെ minus 1 0 എടുക്കുമ്പോൾ minus 1 0 0 minus 1 ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് ദ ഇവിടുത്തെ ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത് it is sorry 1 second, sorry, yeah 1 1 so that is here we will be getting 1 0 0 1 ആണ് ഇതിന്റെ ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത്. so that is we will be getting minus 1 0 0 minus 1. okay, അപ്പം a ഇൻവേഴ്സ് എന്ന് പറയുന്നത്, so ഇവിടെ a ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് ഉള്ള വാല്യൂ എന്താണ്? ഫസ്റ്റ് കേസിൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. okay 1 second, okay sorry ഇവിടെ minus 1 അല്ല വരാം, ഇവിടെ minus 1 minus 1, so that will be, this will be, okay മാറിപ്പോയതാണ്. okay, so this is how you will be getting. so inverse എന്ന് പറഞ്ഞാൽ just you take the transpose of that, so that is a minus 1 0 0 minus 1 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. okay, a inverse എന്ന് പറയുമ്പോൾ will be getting 1 0 0 1, and similarly നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കിട്ടും. that is ഇതാണ് ഇതിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. so existence of inverse എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? we are getting the identity, and the a inverse എന്ന് പറയുന്നത് എന്താണ്? it is also an element of that group ആണ്. ഈ രണ്ട് എലമെന്റ് തന്നെയാണ് നമുക്ക് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എലമെന്റ് ആയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. so a equal to a inverse എന്ന് പറയുന്നത് എന്താണ്? I തന്നെയാണ്. അതുപോലെ b inverse of b എന്ന് പറയുന്നതും that is we are getting I. so existence of inverse is there. I എന്ന് പറയുന്ന എലമെന്റ് ഏതാണ്? so I equal to 1 0 0 1. so this is also one of the element in that group. ഏതായിരുന്നു ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? so g equal to എന്തായിരുന്നു? 1 sorry g equal to 1 0 0 1 and comma minus 1 0 0 1. okay, 0 minus 1. okay, so നമുക്ക് പറയാൻ വേണ്ടി പറ്റും this group എന്ന് പറയുന്നത് എന്താണ്? so under multiplication g is a group under multiplication എന്ന് പറയാൻ പറ്റും. okay, so that is we are getting from matrix multiplication ന്റെ കേസിൽ we are getting the answer. okay, and also നിങ്ങൾക്ക് ഒരു കേസ് അറിയാം, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, ട്രാൻസ്പോസ് ഓഫ്
ട്രാൻസ്പോസ് ഓഫ് 1001 എന്ന് പറയുന്നത് which is equal to എന്താണ് adjoint of 1001 ന്റെ കേസാണ്. ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് ഈ ഒരു കേസിൽ പറയുന്നുള്ളൂ. ട്രാൻസ്പോസ് ഓഫ് 1001 is equal to adjoint of 1001. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം. സോ വിൽ ചെക്ക് എ ഗ്രൂപ്പ് വെദർ എ ഗ്രൂപ്പ് ഒരു സെറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണോ അണ്ടർ എൻ ഓപ്പറേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ ഒരു 4 പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥത്തിലാണ് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള പ്രോബ്ലം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി അബീലിയൻ. ഓക്കെ, അബീലിയൻ ഗ്രൂപ്പിന്റെ കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് എ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി abelian group if group multiplication is commutative. നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ് ബേസിക്കലി എ ബി ഈക്വൽ ടു ബി എ. ഈ ഒരു കേസിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, വി ക്യാൻ സേ ഇറ്റ് ആസ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി അബീലിയൻ ഗ്രൂപ്പ് ഇഫ് ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ okay, that means if sometimes there will be non-abelian group. Non-abelian group എന്ന് പറയുന്നത് non-abelian group is a group that is AB not equal to BA. AB not equal to BA എന്ന് പറയുന്ന കണ്ടീഷനിൽ വരികയാണെങ്കിൽ which we said to be non-abelian group എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ആ ഒരു കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ഷോ ദാറ്റ് G equal to 1, I അയോട്ടയാണ്, that is -1 minus I is a group under multiplication. ചെയ്തു നോക്കുക. ഷോ ദാറ്റ് G equal to 1, I, -1, minus I is a group under multiplication. ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ ആൻസർ പറയാം കേട്ടോ. ഞാൻ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പ്രോപ്പർട്ടി 1 ചെക്ക് ചെയ്യുക, പ്രോപ്പർട്ടി 2 ചെക്ക് ചെയ്യുക, പ്രോപ്പർട്ടി 3 ചെക്ക് ചെയ്യുക, ദെൻ പ്രോപ്പർട്ടി 4 ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതൊരു ഗ്രൂപ്പ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ചെയ്തിട്ട് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ചാറ്റ് ബോക്സിൽ പറയാം. പറഞ്ഞേ, ഐ എന്ന് പറഞ്ഞ ബേസിക്കലി അയോട്ടയാണ്, റൂട്ട് -1, I equal to root -1, അതാണ് ആ I എന്ന് പറയുന്നത്. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ആൻസർ പറയാം. Under multiplication whether this group is a this set is a group or not.
വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ? ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, സോ ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത് എന്തായിരുന്നു? വെൻ എ ബിലോങ്സ് ടു ജി, ബി ബിലോങ്സ് ടു ജി, എ കോമ്പോസിഷൻ ബി ഓർ ബി കോമ്പോസിഷൻ എ, സോ വിച്ച് ഓൾസോ ബിലോങ്സ് ടു ജി ആണ് ബേസിക്കലി. ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്യാനുള്ളത് എന്താണ്? ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ഈക്വൽ ടു 1 is belongs to G ആണ്. Then also we know that B equal to I, that is also belongs to G ആണ്, ഗ്രൂപ്പ് G ആണ്. So that is A composition B. ഇവിടെ കോമ്പോസിഷൻ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. That is 1 into I is equal to എന്താണ്? We will be getting I, that is belongs to G. Okay, so ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ആകെ ഒരു എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. Okay, so the first property is satisfied for any two elements. ഇതിൽ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് കേസ്. സോ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? നമ്മളെ അഡീഷൻ അതിന്റെ അസോസിയേറ്റിവിറ്റി ആണ്. സോ ദാറ്റ് ഈസ് നമുക്ക് എന്താ കിട്ടേണ്ടത്? എ കോമ്പോസിഷൻ ബി കോമ്പോസിഷൻ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? എ കോമ്പോസിഷൻ ബി കോമ്പോസിഷൻ സി എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ടത്. സോ അതിന് നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ 1 into -1, 1 into -1, okay, into I. Okay, so that is equal to 1 into -1 into I. സോ എല്ലാ കേസിലും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുക? -I എന്നായിരിക്കും നമുക്ക് കിട്ടുക. സോ -I എന്ന് പറയുന്നതും ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇത് ഫോളോ ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് ദ തേർഡ് കേസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റിന്റെ കേസാണ്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് ആണ്. സോ ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു ഏതാണ്? ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ 1 ആണ്. കാരണം I into 1 -1 into 1 -I into 1 in all cases സെയിം വാല്യൂ കിട്ടണമെങ്കിൽ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഐഡന്റിറ്റി എലമെന്റ് ഇ ഈക്വൽ ടു 1. സോ 1 എന്ന് പറയുന്നതും ഈ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആണ്. ഓക്കെ, സോ തേർഡ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഫോർത്ത് പറഞ്ഞ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ്. സോ ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ചെക്ക് ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ അയോട്ട എടുക്കാം. അയോട്ടയുടെ ഇൻവേഴ്സ് ഏതാണ്? അയോട്ടയുടെ ഇൻവേഴ്സ് ഏതാണ്? പറഞ്ഞേ ആരെങ്കിലും ഒന്ന്. അയോട്ടയുടെ ഇൻവേഴ്സ് എന്താണ്? മൈനസ് അയോട്ട അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മൈനസ് അയോട്ട എന്നാണ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഐ ഇൻറ്റു അയോട്ട. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടുക? മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ കിട്ടും. ഐ സ്ക്വയർ ഇൻറ്റു -1 ഇൻറ്റു -1 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എന്താണ്? 1 എന്ന് പറയുന്നത് നമ്മളെ ഐഡന്റിറ്റി എലമെന്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എന്നാണ് നമുക്ക് ആൻസർ ഇവിടെ കിട്ടുന്നത്. സോ ഹിയർ മൈ ഇൻവേഴ്സ് ഓഫ് എന്താണ്? ഇൻവേഴ്സ് ഓഫ് എലമെന്റ് ഏതാണ്? എലമെന്റ് ഐ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇൻവേഴ്സ് ആവുന്നത് നിങ്ങൾക്ക് അറിയാം. -I എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1/i എന്ന്. കഴിഞ്ഞ ദിവസം ചെയ്ത കോംപ്ലക്സ് അനാലിസിസിന്റെ ചില പ്രോബ്ലങ്ങളിൽ 1/iനെ നമ്മൾ -i ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ i ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനെ -i ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ -i ഈക്വൽ ടു ഇതാണ് 1/i ആണ്. ഓക്കെ, സോ ഇവിടെ 1ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ,
-1ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. കാരണം -1 ഇൻറ്റു -1 വരുമ്പോഴാണ് നമുക്ക് +1 വരിക, ഐഡന്റിറ്റി വാല്യൂ ആയിട്ടുള്ള +1 വരിക. ഓക്കെ, അതുപോലെ തന്നെ -iയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അയോട്ടയാണ്, i തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ കേസിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് 4 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് എലമെന്റ് -i എന്ന് പറയുന്ന ഇൻവേഴ്സ് എലമെന്റ് ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആണ്. സോ ദിസ് ഈസ് ഓൾസോ എ ഗ്രൂപ്പ്. g equal to 1 - i -1 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ g equal to 1i -1 -i is a group under multiplication. ഓക്കെ, സോ നമുക്ക് ഒരു ഹോംവർക്ക് പ്രോബ്ലം ഞാൻ തരാം, അത് നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് വരാം. നിങ്ങൾ കാണേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടത് g ഈക്വൽ ടു ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യണം, ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് g ഈക്വൽ ടു 1 omega square. Okay, omega square is a group under multiplication. ഇത് ചെക്ക് ചെയ്യാനുള്ളതാണ്, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അത് ചെക്ക് ചെയ്തിട്ട് വരിക. g ഈക്വൽ ടു 1 omega square എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വളരെ സ്ലോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഇനീഷ്യൽ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഗ്രൂപ്പിന്റെ കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ലോ ആയിട്ട് ഇന്നത്തെ പേസ് പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പേസ് കുറച്ചുകൂടെ സ്പീഡ് ആവും. ഓക്കെ, അപ്പം ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരിക. 1-2 എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഗ്രൂപ്പിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്നുള്ളത് പറയുന്നത് എന്നുള്ള കേസൊക്കെ. ഓക്കെ, തൽക്കാലം ഞാൻ ഇന്ന സെഷൻ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ഗ്രൂപ്പ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.